നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി LDFിലെ CPI അംഗം TK സുധീഷ് തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ പഞ്ചായത്തിലെ കാട്ടൂർ ഡിവിഷനെയാണ് TK സുധീഷ് പ്രതിനിധീകരിക്കുന്നത്. കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, CPI മണ്ഡലം സെക്രട്ടറി, CPI ജില്ലാ നിർവാഹക സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള TK സുധീഷ് AITUC ജില്ലാ സെക്രട്ടറിയാണ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സന്ദർഭം തീർച്ചയായും ജനങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രതിപക്ഷമില്ല, എല്ലാവരും ഭരണപക്ഷമാണ്. അപ്പോൾ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി ജനങ്ങളുടെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ അത് സംരക്ഷിക്കുകയും അതിനനുസരണമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പഞ്ചായത്തുകളുടെ, ത്രിതല പഞ്ചായത്തുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട കടമ. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളിൽ ഏറ്റവും മികവുറ്റ ഒരു പഞ്ചായത്താണ്. മുൻകാലങ്ങളിൽ മികച്ച ഭരണാധികാരികൾ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യത്തിൽ ഇരുന്നിട്ടുണ്ട്. അവരെല്ലാം തന്നെ നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ മേരി തോമസിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മേരി തോമസാണ്. അവർ ഇതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി ഇരിക്കാനായിട്ട് അവസരം ലഭിച്ചിട്ടുള്ള ആളാണ്. നല്ല അനുഭവ സമ്പത്തുള്ള ആളാണ്. അപ്പോൾ അവരോടൊപ്പം വൈസ് പ്രസിഡൻ്റായി ഇരുന്നു കൊണ്ട് മറ്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ പിന്തുണയോട് കൂടിയിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായിട്ട് കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. തീർച്ചയായും നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയുടെ സമഗ്ര വികസനത്തിന് കഴിയാവുന്ന രീതിയിൽ, അതിന് ഉപയുക്തമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ തീർച്ചയായും ആസൂത്രണം ചെയ്യുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും എല്ലാവരുടെയും സഹകരണം അത്യന്താപേക്ഷിതമാണ്. അത് പഞ്ചായത്ത് സംവിധാനത്തിൽ തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ആളുകളുടെയും ആ സഹകരണം ഞങ്ങൾക്കുണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ ഒരു സഹകരണത്തോടു കൂടിയിട്ട് ഈ ജില്ലാ പഞ്ചായത്ത് ഭരണം ജനങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ CPIM അംഗം TG ശങ്കരനാരായണൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ പാറേക്കാട്ടുകര ഡിവിഷനെയാണ് TG ശങ്കരനാരായണൻ പ്രതിനിധീകരിക്കുന്നത്. കാട്ടൂർ ഡിവിഷൻ അംഗം MB പവിത്രനാണ് TG ശങ്കരനാരായണനെ നിർദ്ദേശിച്ചത്. തൊട്ടിപ്പാൽ ഡിവിഷൻ അംഗം നിമിഷ ശ്രീനിവാസൻ പിന്താങ്ങി. എതിരില്ലാത്ത സാഹചര്യത്തിൽ വരണാധികാരി ജയ്ഫർ സാദിഖ് TG ശങ്കരനാരായണനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു. തുടർന്ന് വരണാധികാരി ജയ്ഫർ സാദിഖ് മുൻപാകെ TG ശങ്കരനാരായണൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഇത് രണ്ടാം തവണയാണ് TG ശങ്കരനാരായണൻ ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലെത്തുന്നത്. 14 അംഗ ഭരണസമിതിയിൽ LDFന് 11, UDFന് 2, NDAക്ക് 1 എന്നതാണ് കക്ഷിനില. UDF NDA അംഗങ്ങൾ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം, ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം, കേരള കർഷക സംഘം ജില്ലാ നിർവാഹക സമിതി അംഗം, DYFI ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള TG ശങ്കരനാരായണൻ ജില്ലയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മികച്ച ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ പുരസ്കാരങ്ങൾക്കും അർഹനായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി LDFിലെ CPI അംഗം നിമിഷ ശ്രീനിവാസൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്തിലെ തൊട്ടിപ്പാൽ ഡിവിഷനെയാണ് നിമിഷ ശ്രീനിവാസൻ പ്രതിനിധീകരിക്കുന്നത്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട TG ശങ്കരനാരായണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വീണ്ടും
ചാർജ് എടുത്തിരിക്കുകയാണ്. ഈ രണ്ടാമതും ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുത്ത എനിക്ക് കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിനെ സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ഭരണസമിതി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി മുൻകൈയെടുക്കുമെന്ന് ഉറപ്പു നൽകുന്നതോടൊപ്പം യഥാർത്ഥ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഭരണസമിതി അംഗങ്ങൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. ഈ ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിൽ വരുന്ന കാട്ടൂര്, കാറളം, മുരിയാട്, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ സുമനസ്സുകളായിട്ടുള്ള രാഷ്ട്രീയ ബുദ്ധതയുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ CPIM അംഗം വത്സല ബാബു എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്തിലെ എടക്കുളം ഡിവിഷനെയാണ് വത്സല ബാബു പ്രതിനിധീകരിക്കുന്നത്. പുത്തഞ്ചിറ ഡിവിഷൻ അംഗം റോമി ബാബു നിർദ്ദേശിച്ച വത്സല ബാബുവിനെ തുമ്പൂർ ഡിവിഷൻ അംഗം KK ശിവൻ പിന്താങ്ങി. എതിരില്ലാത്ത സാഹചര്യത്തിൽ വരണാധികാരി K സന്ധ്യ വത്സല ബാബുവിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. തുടർന്ന് വരണാധികാരി K സന്ധ്യയ്ക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വത്സല ബാബു ചുമതലയേറ്റു. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വത്സല ബാബു CPIM ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റി അംഗമാണ്. 14 അംഗ ഭരണസമിതിയിൽ LDFിന് 12ഉം UDFിന് 2ഉം എന്നതാണ് കക്ഷിനില. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി LDFിലെ CPI അംഗം ആലീസ് തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്തിലെ പൂവത്തുംകടവ് ഡിവിഷനെയാണ് ആലീസ് തോമസ് പ്രതിനിധീകരിക്കുന്നത്. എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ നാളെ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ ആത്മവിശ്വാസവും അതിനാവശ്യമായ രീതിയിലുള്ള നിറഞ്ഞ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളെല്ലാം മുന്നിൽ നിൽക്കുന്നത് എന്നത് മാത്രമാണ് ഔപചാരികമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏറ്റവും നല്ല രീതിയിലേക്ക് കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെ ഏറ്റക്കുറച്ചിലുള്ള കുറവുകളെല്ലാം ഇവിടെ ഗുണങ്ങളെക്കുറിച്ചും സംസാരിച്ച പ്രസിഡന്റ് ജനപ്രതിനിധികൾ നന്നായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഭരണസമിതി ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പോരായ്മകളെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റക്കുറച്ചിലുകൾ മറ്റുള്ളവരിൽ നിന്ന് സംശയിച്ചുകൊണ്ട് നല്ല രീതിയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഒരിക്കൽ കൂടി സ്നേഹാദരവും ഹൃദയത്തിന്റെ ഭാഷയിൽ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അതോടൊപ്പം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ, പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ CPIM അംഗം KS തമ്പി തിരഞ്ഞെടുക്കപ്പെട്ടു. LDFിലെ CPIM അംഗം കവിത സുരേഷാണ് വൈസ് പ്രസിഡന്റ്. LDF 9, UDF 4, NDI 1 എന്നതാണ് ഇവിടത്തെ കക്ഷിനില. പൂമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി വീണ്ടും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ടുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങൾ ആവശ്യപ്പെട്ട വികസന പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കളത്തുംപടി പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനവും പാതി വഴിയിൽ സാങ്കേതിക കാരണങ്ങളാൽ നിലച്ചുപോയ നമ്മുടെ പുളിക്കലച്ചിറ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരണം, മറ്റൊന്ന് നമ്മുടെ അരിപ്പാലം സെൻട്രൽ വികസനം, ഇങ്ങനെ 3 പരിപാടികളാണ് ആദ്യമായി ചെയ്യേണ്ടത് എന്നാണ്
തോന്നുന്നത്. അതനുസരിച്ച് കൊണ്ട് കൃത്യമായി ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആദ്യമായി ഭരണസമിതി ആലോചിക്കുക. തുടർന്ന് ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് രൂപം കൊടുത്ത് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ CPI അംഗം KP കണ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. LDF-ലെ CPIM അംഗം ഷിജി ജോയാണ് വൈസ് പ്രസിഡന്റ്. LDF 7, NDA 5, UDF 3 എന്നതാണ് ഇവിടുത്തെ കക്ഷിനില. പടിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ ഒരു വികസനമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള പഞ്ചായത്താണെങ്കിൽ പോലും ഇനിയും നൂതനമായ ഒട്ടനവധി കാര്യങ്ങൾ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പഞ്ചായത്തിന് സ്വന്തമായിട്ടൊരു ക്രിമിറ്റോറിയം, അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് പടിയൂർ പഞ്ചായത്ത്. അത്തരം പ്രവർത്തനങ്ങൾ കൂടി ചെയ്തുകൊണ്ട് സ്വന്തമായൊരു കളിസ്ഥലം യുവാക്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അത് അത്തരത്തിലുള്ള കായിക മേഖലയും കലാമേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് എല്ലാ ജനങ്ങളെയും കൂട്ടിയിണക്കി പടിയൂർ പഞ്ചായത്തിൻ്റെ വികസനത്തിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ CPIM അംഗം PS മനു തിരഞ്ഞെടുക്കപ്പെട്ടു. LDF-ലെ CPIM അംഗം ജിജി പ്രവീൺ കുമാറാണ് വൈസ് പ്രസിഡന്റ്. LDF 10, UDF 5 എന്നതാണ് ഇവിടുത്തെ കക്ഷിനില. കഴിഞ്ഞ ഭരണസമിതി നിലവിലിപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഈ മാർച്ച് വരെയുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ചെയ്തു വെച്ച പ്രവൃത്തികൾ 100% നടത്താനുള്ളതാണ് ഇനി ഇപ്പോൾ അതുവരെയുള്ള ഉദ്ദേശിക്കുന്നത്. ഭിന്നശേഷി തരത്തിലുള്ള ഉണർവ് പദ്ധതിയുമായി അതിൻ്റെ കാര്യങ്ങളായി മുന്നോട്ട് പോകും. അതുപോലെ കാർഷിക മേഖലയെ അതിൻ്റെ വളർച്ചയിലേക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതുമാതിരി വീട്ടമ്മമാർക്ക് അതിൻ്റെ മാനദണ്ഡം അനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ട് എല്ലാവർക്കും പെൻഷൻ കിട്ടുക എന്നുള്ള രീതിയിൽ അത് നടപ്പിലാക്കും. അതുപോലെ ലൈഫ് പദ്ധതി ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി ജനറൽ വിഭാഗവുമായ SC വിഭാഗത്തിനും അപേക്ഷ തന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ലൈഫ് വീട് നൽകിയിട്ടുണ്ട്. ഇനിയുള്ള ഭരണസമിതി പുതിയ ലൈഫിനായിട്ടുള്ള അപേക്ഷകൾ സ്വീകരിച്ച് അതിന് വേണമെന്നുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതുപോലെ തന്നെ ഈ നമ്മളെ പഞ്ചായത്ത് ഓഫീസ് ഇവിടെ നിന്നും മാറ്റി 2 മാസത്തിനുള്ളിൽ അതിൻ്റെ പുതിയ തറക്കല്ലിട്ടുകൊണ്ട് അതിന് വേണ്ട പ്രവൃത്തികൾ ആരംഭിക്കും. അതിനുവേണ്ടി നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ 10 കോടി രൂപ അതിനായി നൽകിയിട്ടുണ്ട്. അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് 2 മാസത്തിനുള്ളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ CPIM അംഗം ഷീജ ഉണ്ണികൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി LDF-ലെ CPIM അംഗം സതീശൻ PV തിരഞ്ഞെടുക്കപ്പെട്ടു. LDF 12, UDF 6, NDA 1 എന്നതാണ് കക്ഷിനില. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ വേളൂക്കര ഗ്രാമപഞ്ചായത്തിൽ ഇനി വരുന്ന 5 വർഷത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടായി ചെയ്യാനുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ടത് നമുക്ക് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് കെട്ടിടമുണ്ട്. ആ കെട്ടിടം പകുതി പണി പൂർത്തീകരിക്കേണ്ട ഘട്ടത്തിലാണ് നമ്മൾ അതിൻ്റെ പണി പൂർത്തീകരിച്ച് കിടപ്പ് രോഗികൾക്ക് വേണ്ടത്ര ചികിത്സ ലഭ്യമാക്കാനുള്ള പണികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഈ പഞ്ചായത്തിൽ ഈ വർഷം നമ്മൾ ചെയ്തു തീർക്കേണ്ടത്. പിന്നെ പ്രധാനമായിട്ടും കുടിവെള്ളം, പിന്നെ നമ്മുടെ ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാത്ത അങ്ങോട്ട് കിടക്കുന്നുണ്ട്. അതെല്ലാം സഞ്ചാരയോഗ്യമാക്കേണ്ടതുണ്ട്. നമുക്ക് ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ വർഷം തന്നെ ചെയ്തു തീർക്കേണ്ടത്. പിന്നെ വരും വർഷങ്ങളിൽ നല്ല നല്ല പ്രോജക്റ്റുകൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ജനക്ഷേമപരമായ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും നടത്താനായിട്ട് ഞങ്ങളുടെ ഭരണസമിതിക്ക് കഴിയും. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ CPIM അംഗം സരള വിക്രമൻ തിരഞ്ഞെടുക്കപ്പെട്ടു.
LDFിലെ CPI അംഗം സുമിത പ്രസാദ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. LDF 12, UDF 5, NDA 1 എന്നതാണ് ഇവിടുത്തെ കക്ഷിനില. കുരിയാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃഷിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു പഞ്ചായത്താണ്. അതുകൊണ്ട് പ്രഥമ പരിഗണന കൃഷിക്ക് ആവശ്യമായ ഇറിഗേഷൻ പദ്ധതികളും അതിനാവശ്യമായ സാധനങ്ങളായിരിക്കും ആദ്യം ചെയ്യുക. പിന്നെ വീട് ഇല്ലാത്തവർക്ക് വീട്, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും സ്ത്രീ സുരക്ഷ, ഇതൊക്കെ ആദ്യം ഉറപ്പുവരുന്നത്. തരിശുരഹിത പഞ്ചായത്താക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കും. അതോടൊപ്പം തന്നെ പച്ചത്തുരുത്ത്, പിന്നെ ഗ്രീൻ കുരിയാട് എന്നീ പദ്ധതികൾ വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കും. കുടുംബശ്രീ മുഖേന കുറേ പദ്ധതികൾ, സ്വയം തൊഴിലിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കും. പ്രവാസികൾക്കായിട്ടുള്ള പദ്ധതി പഞ്ചായത്തും കുടുംബശ്രീയും പ്രവാസി വകുപ്പുമായി ചേർന്ന് അതും ശ്രമിക്കും. പിന്നെ ഓപ്പൺ ജിമ്മ്, ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ഓപ്പൺ ജിമ്മും സ്ത്രീകൾക്കായിട്ട് ഹെൽത്തും, അതായത് ഫിറ്റ്നസ് സെൻ്ററുകളും സ്ഥാപിക്കും. ആട്, പശു, കോഴി, അങ്ങനെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് അതും കിട്ടാവുന്ന അത്ര ഫണ്ട് ശേഖരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കും. അടിസ്ഥാന സൗകര്യം തൃപ്തികരമായ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും. അതായത് സർക്കാരിൻ്റെ 4 മിഷനുകളിലും ഏറ്റവും പ്രധാനമാണ് ലൈഫ്. അതിനെ ഊന്നിക്കൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വീടില്ലാത്ത എല്ലാവർക്കും വീട്, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും വീടും, ആ പദ്ധതി നടപ്പിലാക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത്. ഇരിഞ്ഞാലക്കുട അയ്യങ്കാവ് മൈതാനിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള വർണ്ണക്കുട 2025 സാംസ്കാരികോത്സവം പ്രശസ്ത എഴുത്തുകാരൻ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ മുഖ്യാതിഥിയായിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, കബീർ മൗലവി, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, അശോകൻ ചെരുവിൽ, വേണുജി, കലാനിലയം രാഘവൻ ആശാൻ, ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി, രേണു രാമനാഥ്, കപില വേണു, PK ഭരതൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി കൺവീനർ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J ചിറ്റിലപ്പിള്ളി സ്വാഗതവും കൺവീനർ അഡ്വക്കേറ്റ് P മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. സ്നേഹം ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ വിശപ്പുമുള്ള സ്നേഹവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഏതാണ്ട് 73 വർഷം മുമ്പാണ് ഞാൻ ഇവിടെ ഇരിഞ്ഞാലക്കുട നാഷണൽ ഹൈസ്കൂളിൽ നിന്ന് പുറത്തു വന്നത്. പിന്നീട് 4-5 വർഷം കൂടി ഞാൻ കേരളത്തിലുണ്ടായിരുന്നു വിദ്യാഭ്യാസ സംബന്ധമായി. അതിനുശേഷം എൻ്റെ ഔദ്യോഗിക ജീവിതം മുഴുവനും കേരളത്തിന് പുറത്തായിരുന്നു. എങ്കിലും ഞാൻ മിക്കവാറും എല്ലാ വർഷങ്ങളിലും കുറച്ച് ദിവസമെങ്കിലും ഇവിടെ വരാറുണ്ട്. ഈ എൻ്റെ വലിയ ജനപങ്കാളിത്തത്തോടു കൂടി സംഘടിപ്പിക്കപ്പെട്ട ഇരിങ്ങാലക്കുടയുടെ നാട്ടുത്സവമാണ്. അനുഗ്രഹീതമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് ഇരിങ്ങാലക്കുടക്കാർ എന്ന് വിളിച്ചോതുന്ന വിധത്തിലുള്ള പരിപാടികളാണ് നമ്മുടെ വർണ്ണക്കുടയുടെ വേദികളിൽ അരങ്ങേറിയത്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.